ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. 71 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബീഹാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരി തരപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. വിജയ് കുമാർ സിൻഹ ലഖിസറായിൽ നിന്നും മത്സരിക്കും. വിവരങ്ങളുമായി തൌഫീഖ് അസ്ലമാണ് ചേരുന്നത്. തൌഫീഖ്, സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ എംഎൽഎമാരുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് ഇടം പിടിച്ചിട്ടുള്ളത്? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് എൻ.ഡി.എയുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. 101 സീറ്റുകളിൽ വീതമായിരിക്കും ബി.ജെ.പിയും ജെ.ഡി.യുവും മത്സരിക്കുക. ആ വിഭജനം പൂർത്തിയായതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി.ജെ.പി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. 71 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രമുഖരായിട്ടുള്ളത് രണ്ടാളുകളാണ്. ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരിയും അതോടൊപ്പം തന്നെ വിജയ് കുമാർ സിൻഹയുമാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട രണ്ടാളുകൾ. വിജയ് കുമാർ സിൻഹ മത്സരിക്കുന്നത് ലഖീസർ മണ്ഡലത്തിൽ നിന്നായിരിക്കും. അതോടൊപ്പം തന്നെ സാമ്രാട്ട് ചൌധരി മത്സരിക്കുക തരംപൂർ മണ്ഡലത്തിൽ നിന്നായിരിക്കും എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയർത്തിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിൽ ഉള്ള ചില മണ്ഡലങ്ങളിൽ കൂടി ഇപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ധാക്ക ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ദളിത് മേഖലകൾ കൂടുതൽ താമസിക്കുന്ന കിഷൻഗഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഇപ്പോൾ ബി.ജെ.പി. പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിലേക്ക് കൂടുതൽ സജീവമാകാനായിട്ടാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദിവ്യ ചോദിച്ചതുപോലെ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം ജെ.ഡി.യു എം.എൽ.എമാരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 15% എം.എൽ.എമാരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആളുകൾക്ക് പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ് ജെ.ഡി.യു ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില എം.എൽ.എമാർക്ക് ഇത്തവണ സീറ്റ് കിട്ടില്ല. 3-4 തവണ എം.എൽ.എമാരായ ആളുകളെയാണ് ഒഴിവാക്കാനായിട്ട് ജെ.ഡി.യു തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒഴിവാകുന്ന എം.എൽ.എമാരുടെ ഒരു പ്രതിഷേധമാണ് നിതീഷ് കുമാറിന്റെ മഹാസഖ്യത്തിനും കല്ലുകടിയില്ലേ? മഹാസഖ്യത്തിന്റെ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയും ചർച്ചകൾ ഏറെ വൈകിയാണ് കഴിഞ്ഞത്. ആ സമയത്ത് തേജസ്വി യാദവിനോട് ചോദിച്ചപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് ചർച്ചകൾ പൂർത്തിയാക്കി ലിസ്റ്റ് പുറത്തു വരുമെന്നാണ്. ഇപ്പോഴും അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിട്ട് മഹാസഖ്യത്തിന് സാധിച്ചിട്ടില്ല. ആർ.ജെ.ഡിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും സീറ്റിന്റെ കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. എന്നാൽ ഇടതു പാർട്ടികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. CPI-യും അതോടൊപ്പം തന്നെ CPM എം.എൽ.എം എല്ലാം ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ചർച്ച പൂർത്തിയായാൽ മാത്രമേ മഹാസഖ്യത്തിന് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ ഉച്ചയോടുകൂടിയോ ഈ ചർച്ചകൾ പൂർത്തിയാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ ഉൾപ്പെടെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. ഇടതു പാർട്ടികളെ അനുനയിപ്പിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാൻ സാധിക്കില്ല എങ്കിലും കുറച്ച് കൂടി സീറ്റുകൾ നൽകിക്കൊണ്ട് നിലവിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ടാണ് സഖ്യത്തിൽ നിർത്തിക്കൊണ്ട് പ്രശ്നത്തിന്റെ ഒരു പരിഹാരം കാണാനായിട്ടാണ് ഇപ്പോൾ മുന്നണികൾ തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രിയും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ബീഹാറിലും ഡൽഹിയിലും ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ബീഹാറിൽ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്ന 71 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളാണ് തൌഫീഖ് അസ്ലം നൽകിയത്.